നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ നിലവിൽ 3 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാണ് എന്ന വളരെ വ്യക്തമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഉയർന്ന ഡിമാൻഡുള്ള ഇവിടെ ആരോഗ്യമേഖല, IT, നിർമ്മാണം, വിദ്യാഭ്യാസം, പുനരുപയോഗ ഊർജം എന്നിവയാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രധാന മേഖലകൾ. ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള നഗരങ്ങൾ മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ, കാൻബറ എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. ജനസംഖ്യ ഏകദേശം 2.8 കോടി മാത്രം. എന്നാൽ രാജ്യം വളരെ വിശാലമാണ്. വിരമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ജനന നിരക്ക് കുറയുകയും ചെയ്തതോടെ നിരവധി മേഖലകളിൽ ജീവനക്കാരുടെ ക്ഷാമം നേരിടുകയാണ് ഓസ്ട്രേലിയയിൽ. ആരോഗ്യം, നിർമ്മാണം, IT, കൃഷി, വിദ്യാഭ്യാസം, ഗതാഗതം, ഖനനം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങി നിരവധി മേഖലകളിൽ ആയിരക്കണക്കിന് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയും തൊഴിലാളികളെയും സ്വാഗതം ചെയ്യാൻ ഓസ്ട്രേലിയയെ പ്രേരിപ്പിക്കുന്നത്. 3 ലക്ഷം ജോലി ഇപ്പോൾ തന്നെ ഒഴിവുണ്ട് എന്നതല്ല ഇതിന്റെ വ്യക്തമായ അർത്ഥം. പകരം വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ മേഖലകളിലെയും നിലവിലുള്ള ഒഴിവുകൾ, പുതിയ പദ്ധതികൾ, വിരമിക്കൽ മൂലമുള്ള ഒഴിവുകൾ, ഭാവിയിലെ നിയമനങ്ങൾ എന്നിവയെല്ലാം ചേർത്താണ് വലിയ തൊഴിലാളി ആവശ്യം കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു അവസരം തന്നെയാണ്. എന്നാൽ ഓരോ ജോലിക്കും ആവശ്യമായ യോഗ്യതയും അനുഭവവും ഭാഷാ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ നഴ്സിംഗ്, കെയർ ഗിവർ, എയ്ഡ് കെയർ, ഫിസിയോതെറാപ്പി, മെഡിക്കൽ ലാബ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, വെൽഡിംഗ്, കാർപ്പൻ്റർ, ഷെഫ്, ഹോട്ടൽ സ്റ്റാഫ്, ട്രക്ക് ഡ്രൈവർ, IT മേഖല, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിസ്റ്റ്, അക്കൗണ്ടന്റ്, ടീച്ചർ, കൃഷി തൊഴിലാളികൾ എന്നിവർക്കെല്ലാം ഓസ്ട്രേലിയയിൽ ധാരാളം അവസരങ്ങളാണ് ഇപ്പോൾ തന്നെയുള്ളത്. ഓസ്ട്രേലിയയിൽ മിനിമം വേതനം ലോകത്തിലെ ഏറ്റവും ഉയർന്നവയിലൊന്നാണ്. പ്രവൃത്തി പരിചയത്തിനനുസരിച്ച് വർഷത്തിൽ ഏകദേശം 60,000 മുതൽ 1,50,000 ഓസ്ട്രേലിയൻ ഡോളർ വരെ വരുമാനം ലഭിക്കുന്ന ജോലികൾ ലഭ്യമാണ്. IT, നഴ്സിംഗ്, ഖനനം, എഞ്ചിനീയറിംഗ് മേഖലകളിൽ അതിലും ഉയർന്ന ശമ്പളം വാങ്ങുന്ന അവസരങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് വിസയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. സ്കിൽഡ് ഇൻഡിപെൻഡന്റ് വിസ, സ്റ്റേറ്റ് നോമിനേഷൻ വിസ, എംപ്ലോയർ സ്പോൺസേഡ് വിസ, ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ, സ്റ്റുഡൻറ് വിസ. ഇതുവഴി പഠനത്തിന് ശേഷം ജോലി, വർക്കിംഗ് ഹോളിഡേ വിസ ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മലയാളികൾക്ക് സാധാരണയായി സ്കിൽഡ് വിസ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസേഡ് വിസയാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം. IELTS, PTE അല്ലെങ്കിൽ സമാന പരീക്ഷകളിൽ നല്ല സ്കോർ ആവശ്യമാണ്. ചില തൊഴിലുകളിൽ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്, OET പോലുള്ള പരീക്ഷകളും ആവശ്യമായി വരാം. ഇനി PR ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള വ്യക്തമായ സംവിധാനമുണ്ട് എന്നാണ് ഉത്തരം. യോഗ്യത, തൊഴിൽ, പോയിന്റ് സ്കോർ, ഇംഗ്ലീഷ് പരിജ്ഞാനം, ജോലി പരിചയം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കാനുള്ള അവസരമുണ്ട്. PR ലഭിച്ചാൽ പിന്നീട് പൗരത്വത്തിനുള്ള വഴിയും തുറക്കും. അപേക്ഷിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ വരുന്ന എല്ലാ പരസ്യങ്ങളും വിശ്വസിക്കരുത്. വിസ ഉറപ്പ്, ജോലി ഉറപ്പ്, 1 ലക്ഷം രൂപ കൊടുത്താൽ ഓസ്ട്രേലിയയ്ക്ക് പറക്കാം എന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും തട്ടിപ്പാകാം. എപ്പോഴും ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയോ വിശ്വസനീയമായ തൊഴിലുടമകളിലൂടെയോ മാത്രം അപേക്ഷിക്കുക. ജോലി നേടാൻ കുറുക്കു വഴികളൊന്നുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ യോഗ്യത പരിശോധിക്കുക. വിസ നിബന്ധനകൾ വായിക്കുക. തൊഴിലുടമയുടെ വിവരങ്ങൾ ഉറപ്പാക്കുക. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന മലയാളികൾക്ക് നിർദ്ദേശങ്ങൾ തരുന്നത് ഇതെല്ലാമാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക, സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുക, നല്ല ഒരു CV തയ്യാറാക്കുക, ലിങ്ക്ഡിൻ പ്രൊഫൈൽ സജീവമാക്കുക, ഒഫീഷ്യൽ ജോബ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യുക. ഓസ്ട്രേലിയയിൽ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. യോഗ്യതയുള്ളവർക്കും തയ്യാറെടുപ്പുള്ളവർക്കും ഓസ്ട്രേലിയ മികച്ച ഭാവി നൽകാൻ കഴിയുന്ന രാജ്യം തന്നെയാണ്. നിങ്ങൾ ഏത് മേഖലയെക്കുറിച്ചാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയൂ. കാരണം ധാരാളം ഒഴിവുകൾ ഉണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്? നഴ്സിംഗ്, IT, കെയർ ഗിവർ, ഡ്രൈവർ, ട്രേഡ് ജോലികൾ എന്നിവയെല്ലാം ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന 50 കമ്പനികളും അവയുടെ നേരിട്ടുള്ള അപേക്ഷാ ലിങ്കുകളും അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയെക്കുറിച്ച് വിശദ വിവരണം, ഇങ്ങനെ ഏതാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.